ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2, 3, 4 വാക്യം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇതിൻ്റെ സാരാംശം സഹിഷ്ണുതയിൽ പരിശീലനം എന്നാകും. ഇവിടെ യാക്കോബ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളെയും പരിശോധനകളെയും കുറിച്ച് ഒരു പ്രധാന സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ വിശ്വാസികൾക്ക് പരീക്ഷകൾ ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് അദ്ദേഹം അനുമാനിക്കുന്നത്. അവൻ്റെ അറിവിനപ്പുറത്തൊന്നും സംഭവിക്കുന്നില്ല. തൻ്റെ ജനത്തിന് പരീക്ഷകളും പരിശോധനകളും അയച്ച വിധം ദൈവം നമുക്കും പരീക്ഷകളും പരിശോധനകളും അയക്കുന്നുവെന്ന തത്വം നാം അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ അത് അനുഗ്രഹമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മേൽനോട്ടത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഭയത്തെയും അനിശ്ചിതത്വത്തെയും അകറ്റി എല്ലാം സന്തോഷം എന്നെണ്ണുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നല്ലോ. അങ്ങനെയാണല്ലോ കർത്താവ് പറയുന്നത്, സന്തോഷിപ്പിൻ, പിന്നെയും സന്തോഷിപ്പിൻ, ഇടവിടാതെ സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇതല്ലോ കർത്താവിൻ്റെ സന്തോഷം ഉളവാക്കുന്ന കാര്യം എന്ന് നമുക്ക് ലേഖനങ്ങളിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം സന്തോഷത്തിനും വിടുതലിനും ആനന്ദത്തിനും കാരണമാക്കണം. അപ്പോൾ തന്നെ ചില കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷകൾ, പരിശോധനകൾ ഒക്കെ വന്നെന്ന് വരാം. ഇതെല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്. നമ്മളിത് മനസ്സിലാക്കി ജീവിക്കണം. ഇത് ഒരു ദൈവ ആലോചനയായും അല്ല, ഒരു ഉപദേശമായിട്ട് എടുക്കാതെ ഒരു കൽപ്പനയായിട്ട് എടുത്താൽ വല്ലതും നല്ലതായിരിക്കും. ദൈവം കൽപ്പിക്കുന്നു, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവോദ്ദേശവും ദൈവത്തിൻ്റെ പരിപാടിയും തിരിച്ചറിയണം. പരീക്ഷകളെ അയക്കുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടായിരിക്കും. പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിപാടികൾ തീർച്ചപ്പെടുത്തിയിരിക്കും. കാരണം ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ. അപ്പോൾ ദൈവം ഈ പരീക്ഷകളെ അയക്കുന്നതിൻ്റെ ഉദ്ദേശം നാം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകണം എന്നാണ്. അത് വാസ്തവമായ കാര്യമാണല്ലോ. ഇതിൻ്റെ അർത്ഥം പാപമില്ലാത്ത അവസ്ഥ എന്നല്ല, പൂർണ്ണമായ വളർച്ച എന്നാണ്. കർത്താവായ യേശു പൂർണ്ണനാണല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളാലും പ്രതിസന്ധികളാലും പരിശോധനകളാലും ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വളരുന്നു. ഓരോ പരിശോധനകൾ വരുമ്പോൾ ദൈവത്തോട് നമുക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? നമുക്കത് സാധിക്കുമോ? അതെ, ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുവാനും ദൈവം അവ അയക്കുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നാം നന്ദി പറയും. ദൈവത്തിൻ്റെ പരിപാടികൾ പരിപൂർണമാണെന്നും അത് എൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് അതിൽ അനേകം പരീക്ഷകളും പരിശോധനകളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്
എൻ്റെ ജീവന് വേണ്ടത് എൻ്റെ ക്രിസ്തുവിൽ കണ്ടെത്തുകയും ഞാൻ ഒന്നിനും കുറവില്ലാത്തവനായി ജീവിക്കുകയും വേണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി സഹിഷ്ണുത എന്നിൽ വളരുവാൻ അനുവദിക്കുക എന്നതാണ് കർത്താവിൻ്റെ ഉദ്ദേശം. അതെ, അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് സഹിഷ്ണുതയോടെ അല്ല. മാതാപിതാക്കൾ കൊടുക്കുന്ന ശിക്ഷണവും പരിശീലനവും നിമിത്തം അത് സഹിഷ്ണുത കുഞ്ഞിൽ വളരുന്നു. എൻ്റെ പിതാവായ ദൈവം പരീക്ഷകളാലും പരിശോധനകളാലും എന്നെ പരിശീലിപ്പിക്കുന്നു. ഞാൻ അവയെ സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിന് അനുരൂപമാകുവാൻ ഇവയെ ഞാൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുവാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണം ഈ ദൂത് കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നതിന് നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നപ്പാ. നീ എനിക്ക് വേണ്ടി നടത്തുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാ നാമത്തിനും മേലായ നാമമായ അങ്ങയെ ഞാൻ അനുസരിച്ച് ദൈവസന്നിധി സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.